പെരുന്നാളിന് ചില്ലി ചിക്കൻ ഉണ്ടാക്കി കൊടുക്കാമെന്ന് മോന് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയത് നമ്മുടെ ജംഗ്ഷനിലുള്ള കോൾഡ് സ്റ്റോറേജിലേക്കായിരുന്നു. ചില്ലി ചിക്കൻ ഉണ്ടാക്കാനുള്ള മസാലയൊക്കെ പുരട്ടി ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ 1/2 കിലോത്തിൻ്റെ പാക്കറ്റായിരുന്നു. അത് വാങ്ങിക്കൊണ്ട് വന്നു. നല്ല വെയിലായിരുന്നു. വരുന്ന വഴി 2 കുപ്പി ജ്യൂസും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനും കുഞ്ഞാവയും കൂടിയാണ് പോയത്. അപ്പോൾ ദേ നമ്മുടെ ചിക്കൻ ഇതാണ്. വന്ന വഴി തന്നെ ജ്യൂസൊക്കെ കുടിച്ചതിന് ശേഷം നമ്മുടെ ചിക്കൻ ഐസ് പോകാനായിട്ട് പാക്കറ്റിൽ നിന്ന് പൊട്ടിച്ച് വെക്കുന്നുണ്ട്. നല്ലപോലെ ഫ്രീസായിരിക്കുവാണ്. കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. അത് കഴുകിയെടുക്കുവാണെങ്കിൽ അപ്പോഴേക്കും എന്തേ കുഞ്ഞാവ് വന്ന് അവളെ എടുക്കാൻ പറഞ്ഞുകൊണ്ട് രണ്ടുപേർക്കുള്ള പാല് കുപ്പിയിലാക്കി കൊടുത്തിട്ട് അവരെ പറഞ്ഞു വിട്ടു. പിന്നെ ഉച്ചത്തേക്ക് കുറച്ച് ചിക്കൻ എടുത്തിട്ട് കറി വെക്കാൻ പോവാണ്. അതിന് വേണ്ട പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, സവാള, തക്കാളി ഇത്രയും കൂടി അരിഞ്ഞിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. കൂടെ തന്നെ ചിക്കനും കുറച്ച് ഉപ്പും ഇത്തിരി വെള്ളവും കൂടി തളിച്ച് കൊടുത്തിട്ട് വേവിക്കാനായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ചിക്കൻ മസാലയും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ കറി അടുപ്പത്തേക്ക് വെച്ചു. ചോറ് വെന്തിട്ടുണ്ടായിരുന്നു. അതും കൂടി വാർത്തിടുവാണ്. കറി വേവുന്ന നേരം കൊണ്ട് ചില്ലി ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ക്യാപ്സിക്കം, സവാളയും അരിഞ്ഞെടുക്കാം കേട്ടോ. ടൊമാറ്റോ സോസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു തക്കാളിയും കൂടി അരിഞ്ഞെടുത്തിട്ട് അതും കൂടി ഒന്ന് വാട്ടിയെടുക്കണം. നമ്മുടെ ചിക്കൻ കറി വെന്തിട്ടുണ്ട്. പെട്ടെന്ന് എടുക്കാനുള്ളത് കൊണ്ട് ഒരു 5-6 വിസിലെടുത്തു. എന്നിട്ട് പെട്ടെന്ന് തന്നെ കളഞ്ഞെടുക്കുവാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ചോറ് കഴിക്കാൻ നേരം ഇട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കറിക്ക് കുറച്ച് തിക്നെസ് ഇട്ടാൻ വേണ്ടി കുറച്ച് കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചിക്കൻ കറി റെഡിയായി. കറി ഇറക്കി വെച്ചിട്ട് തക്കാളിയും കൂടി ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. ഒരു പാക്കറ്റ് കുട്ടിപ്പപ്പടം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ പകുതി വറുത്ത് എടുക്കുന്നുണ്ട്. പപ്പടം വറുത്ത് കോരിയതിന് ശേഷം അതേ എണ്ണയിലേക്ക് തന്നെ ചിക്കൻ ഉണ്ടാക്കാനുള്ള ചിക്കൻ പീസും കൂടി വറുക്കാനായിട്ട് ഇട്ട് കൊടുത്തു. എന്നിട്ട് മോന് ചിക്കൻ കറിയും പപ്പടം കൂട്ടി ചോറ് വിളമ്പുവാണ്. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ പീസ് ഫ്രൈ ആയിട്ടുണ്ടായിരുന്നു. അത് വറുത്ത് കോരിയിട്ട് ചില്ലി ചിക്കനും കൂടി ഉണ്ടാക്കിയെടുത്തു. വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോഴേക്കും എൻ്റെ ഫോണിൽ സ്റ്റോറേജ് ഫുള്ളായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ കാണാവേ. ബൈ.